ഉത്തരം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ദോഷങ്ങളൊക്കെ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. കൂട്ടുകുടുംബത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ മരണപ്പെട്ടു പോയവർക്ക് മഹബറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളെ പള്ളിക്കാടുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ബർസഖിയായ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ വീടുകളിലെ കുടുംബങ്ങളിലെ സന്തോഷവും സമാധാനവും നിലനിർത്തണേ അല്ലാ. സന്തോഷവും സമാധാനവും നിലനിർത്തണേ അല്ലാ. അതിന് വിഘാതമാകുന്ന എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കണേ അല്ലാ. ഒഴിവാക്കി തരണേ അല്ലാ. ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ചവനെ, ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വദേശത്തും വിദേശത്തുമുള്ള എത്രയോ സഹോദരന്മാരുണ്ട് റഹ്മാനെ. ഈ മജ്‌ലിസിൽ കൃത്യമായി വന്ന് അവസരായി വരാൻ കഴിയാത്തവരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ ഞങ്ങളോട് ഖൈർ കൊണ്ട് ബന്ധപ്പെട്ടവർക്ക് മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത് അവർക്കും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ സഹോദരങ്ങളുടെ ജോലികളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ റബ്ബേ. കച്ചവടങ്ങളിൽ കൃഷികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവരാണ് ഞങ്ങളെ സ്ഥാപനങ്ങളുടെയും എല്ലാത്തിൻ്റെയും നെടുന്തൂണുകൾ. അവരെ തളർത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. രോഗം നീ തരുന്നതാണ്, ശിഫയും നിന്റെ പക്കൽ നിന്നാണ്. ശിഫ നൽകണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. വലിയ രോഗങ്ങൾ നൽകി നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ് റഹ്മാനെ. അസഹനീയമായ ഒരു പരീക്ഷണവും നൽകി നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ, നീ തരുന്നതൊക്കെയും സ്വീകരിക്കാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. നിന്റെ ഖളായിൽ ഞങ്ങളെ സംതൃപ്തരാക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, സംരംഭങ്ങളുണ്ട്. അതൊക്കെ ഭംഗിയോടെ നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ ഉലമാക്കള് തിരുവോരങ്ങളിലാണ്, സാദാത്തുക്കള് യാത്രയിലാണ്. പടച്ചവനെ, ആ യാത്ര മുഴുവനും ഏറ്റവും റാഹത്തിൽ സമാപിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അവസരായ ഉസ്താദുമാർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഒരു വിഷമവും പ്രയാസവുമില്ലാതെ റബ്ബേ അത് അങ്ങ് കാസർഗോഡ് അവസാനിപ്പിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, വഖൂലു മഅസ്സാദിഖീൻ എന്ന് നിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിന്റെ മഹത്തുക്കളോടുകൂടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അവരുടെ സേവനങ്ങളിൽ ഞങ്ങളെ ഭാഗമാക്കാക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾക്ക് ഇതിനൊക്കെയുള്ള ആഫിയത്തും ദീർഘായുസ്സും നൽകണം റബ്ബേ. പടച്ചവനെ, മരുന്നും മന്ത്രവും ചികിത്സയും ഒക്കെ ഞങ്ങളുടെ നിസ്സാരമായ പ്രവൃത്തികളാണ്. ആഫിയത്ത് നിന്റെ ഭാഗത്ത് നിന്നാണ് റബ്ബേ. ശിഫ നിന്റെ ഭാഗത്ത് നിന്നാണ് റഹ്മാനെ. അല്ലാഹുവേ, നീ എല്ലാ വിഷയങ്ങൾക്കും ഏറ്റവും ഖൈറായ പരിഹാരം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. കടം കൊണ്ട് വലഞ്ഞവരുടെ കടം വീട്ടി കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. മക്കളില്ലാത്ത ഞങ്ങളെ സഹോദരങ്ങൾക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇണതുണകളില്ലാത്തവർക്ക് ഖൈറായ ഇണതുണകളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റബ്ബേ. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവർക്ക് ആഴത്തോടെ വീടുകളിലേക്ക് മടങ്ങാൻ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതുമായ ഇനിയും എത്രയോ കാര്യങ്ങളുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് വേണ്ട ഖൈറൊക്കെയും നൽകണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ട ഖൈറൊക്കെയും നൽകണേ അല്ലാ. എല്ലാ ശർറിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. എല്ലാ ശർറിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. اللهم إنا نسألك الخير كله عاجله وعاجله ما علمنا منه وما لم نعلم ونعوذ بك من الشر كله عاجله وعاجله ما علمنا منه وما لم نعلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه
وحاجته